Hello my dears, welcome to ACS online class. നമ്മൾ പ്രാക്ടീസ് ബുക്ക് പഠിച്ചുകൊണ്ടിരുന്നത് പേജ് നമ്പർ 29 വരെ പഠിച്ചു അല്ലേ? ഇനി പേജ് നമ്പർ 30 കൗണ്ട് ആൻഡ് മാച്ച്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്യണം, എന്നിട്ടോ ആ നമ്പേഴ്സുമായിട്ട് മാച്ച് ചെയ്യണം അല്ലെ? ഫസ്റ്റ് ഫിഗർ കണ്ടോ? ഫസ്റ്റ് ഫിഗറിൽ എന്താണ്? എത്ര നമ്പർ ഓഫ് കാർസ് ഉണ്ട്? എത്ര കാർസ് ഉണ്ട്? 2 അല്ലെ? 1 2 2 ഉള്ള നമ്പർ എവിടെയായിരുന്നു? അടുക്കുണ്ടോ? 1 2 3 4 5 6 7 8 9 9 വരെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതിൽ 2 എഴുതാ. ആ 2 ആയിട്ട് നമുക്കൊരു പെൻസിൽ വെച്ച് ഈ ഫസ്റ്റ് ഫിഗർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് പെൻസിൽ എടുത്തിട്ട് എന്താണ് ഈ കാറിന്റെ ആ ഒരു 1 2 രണ്ടെണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ 2 എന്ന നമ്പറിന് നേരെ പെൻസിൽ വെച്ച് എല്ലാവരും ഒന്ന് വരച്ചു കൊടുക്കണം. ഓക്കെ, ഇനി താഴത്തെ ഫിഗർ നോക്കി. എത്ര അണ്ണാകുഞ്ഞുങ്ങളുടെ പടങ്ങളാണ് അല്ലെ? എത്ര അണ്ണാകുഞ്ഞുങ്ങളുണ്ട്? 1 2 3 4 അല്ലെ? 4 എണ്ണം ഉണ്ട്. അപ്പൊ 4 എന്ന് കാണുന്ന നമ്പറിന് നേരെ ആ പടത്തെ നമുക്ക് ലൈൻ വരച്ച് പെൻസിൽ വെച്ച് ലൈൻ വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി താഴത്ത് നോക്കി. എത്ര കൗസ് ഉണ്ട്? 1 2 3 കണ്ടോ? 3 അല്ലേ? അപ്പൊ 3 എന്ന ആ നമ്പറിന് നേരെ മുകളിലോട്ട് നമുക്ക് ലൈൻ വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി എത്ര ആമ? ആമയാണല്ലേ, ടോർട്ടോയ്സ് ആണ്. എത്ര ആമയുണ്ട്? 1 2 3 4 5 6 7 8 ഉണ്ടല്ലേ? അപ്പൊ 8 എന്ന് കാണുന്ന ആ താഴത്ത് കിടക്കുന്ന ആ 8ലോട്ട് നമുക്ക് ഈ ഫിഗറിനെ പെൻസിൽ വരച്ച് ലൈൻ വരച്ച് കൊടുക്കാം. ഇനി ആ ലൈനിലെ ലാസ്റ്റ് ഫിഗർ നോക്കിക്കേ. എത്ര താമരപ്പൂ? എത്ര ലോട്ടസ് ഉണ്ട്? 1 2 3 4 5 6 7. എല്ലാരും ഒന്ന് കൗണ്ട് ചെയ്തേ, മിസ്സിന്റെ കൂടെ കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 അല്ലേ? 7 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ 7 എന്ന നമ്പറിന് 7 നമ്പർ മുകളിൽ കിടക്കുകയാണ്. ആ ഫിഗറിനെ ആ പടത്തെ നമുക്ക് എന്താണ് 7 എന്ന നമ്പറിലോട്ട് ലൈൻ വരച്ച് പെൻസിൽ വെച്ച് ലൈൻ വരച്ച് കണക്ട് ചെയ്ത് കൊടുത്തു അല്ലെ? മാച്ച് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇപ്പഴത്തെ സൈഡിലെ ഫിഗേഴ്സിലോട്ട് പോവാം. നോക്കിയേ, മുകളിൽ ഫസ്റ്റ് ഫിഗർ എന്താണ്? റൈറ്റ് സൈഡില് വലത്തേ വശത്ത് കുറച്ച് ഹണി ബീസ് അല്ലെ? തേനീച്ച. എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്തേ. ബീസിന്റെ കൂടെ കൗണ്ട് ചെയ്യണേ. 1 2 3 4 5 അല്ലെ? എത്ര എണ്ണം ഉണ്ട്? 5. അപ്പൊ 5 നമ്പർ എവിടെയാ? അങ്ങോട്ട് ലൈൻ വരച്ചു കൊടുക്ക. താഴത്തെ ഫിഗറിൽ എത്ര ആനയുണ്ട്? 1. അപ്പൊ 1 എന്ന നമ്പറിലോട്ട് ലൈൻ വരച്ചു കൊടുക്ക. ഇനി ഈ എലിഫന്റിന്റെ താഴെ കുറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ട് അല്ലെ? കുറച്ച് പൂമ്പാറ്റകളുണ്ട്. ആ പൂമ്പാറ്റ എത്ര എണ്ണം ഉണ്ട്? 1 2 എന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9 9 എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ 9 എന്ന നമ്പറിലോട്ട് നമുക്ക് പെൻസിൽ വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഫിഗർ നോക്കിയേ. എത്ര ബേർഡ്സ് ഉണ്ട്? 1 2 3 4 5 6 അല്ലെ? അപ്പൊ 6 എന്ന് കാണുന്ന നമ്പറിലോട്ട് നമുക്ക് ലൈൻ വരച്ച് മുകളിലോട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും കൗണ്ട് ചെയ്തു, പിന്നെ എന്താണ് നമ്പേഴ്സുമായിട്ട് മാച്ച് ചെയ്തല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പേജ് നമ്പർ 31 കൗണ്ട് ആൻഡ് റൈറ്റ്. കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ പറയുന്നത്? റൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എഴുതുക. കൗണ്ട് ചെയ്തിട്ട് ആ നമ്പർ എത്രയാന്ന് കണ്ടുപിടിച്ചിട്ട് അത് അവിടെ താഴത്തെ ബോക്സിൽ എഴുതാനല്ലേ? ഫസ്റ്റ് ഫിഗർ നോക്കിയേ. എത്ര ആപ്പിൾസ് ഉണ്ട്? 1 2 3. അപ്പൊ അവിടെ എന്ത് എഴുതുക ബോക്സിൽ? 3. ഇനി സെക്കൻഡ് നോക്കിയേ. എത്ര ബേർഡ്സ് ഉണ്ട്? 1 2 3 4 5 അല്ലേ? അപ്പൊ 5 എന്ന് എഴുതണം. ഇനി എത്ര കാറ്റ്സ് ഉണ്ട്? എത്ര പൂച്ചക്കുട്ടികളുണ്ട്? 1 2 3 4 5 6 7 അല്ലേ? ഇനി താഴത്തെ ലീവ്സ് എത്ര എണ്ണം ഉണ്ട്? അത് കൗണ്ട് ചെയ്തിട്ട് അവിടെ ഉത്തരം എഴുതണം കേട്ടോ. അതുപോലെ സ്റ്റാർ, ഹോഴ്സ് 1 ഉള്ളു അല്ലെ? 1 ഉള്ളൂ. അപ്പൊ 1 എന്ന് എഴുതുക. റാബിറ്റ്, ഫിഷസ്, റോസ്, ഇതിന്റെ എല്ലാത്തിന്റെ നമ്പേഴ്സ് കൗണ്ട് ചെയ്തിട്ട് താഴത്തെ ബോക്സിൽ എഴുതണം കേട്ടോ. കൗണ്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ? അറിയാം. ഇനി എന്താ? പേജ് നമ്പർ 32 അവിടുത്തെ ചോദ്യം എന്താന്ന് നോക്കിയേ. കൗണ്ട് ആൻഡ് കളർ. കണ്ടില്ലേ? കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കളർ ചെയ്യണം അല്ലെ? ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം നമ്മൾ കളർ ചെയ്ത് കൊടുക്കണം. അപ്പൊ എല്ലാരും പെട്ടെന്ന് തന്നെ ക്രയോൺസ് ഒക്കെ എടുത്തു വെച്ചോ? ഇത് ഇഷ്ടമുള്ള ക്രയോൺസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇന്ന കളർ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. ഇനി കൗണ്ട് ആൻഡ് കളർ. ഓക്കെ, ഫസ്റ്റ് കുറച്ച് എലി അല്ലെ? റാറ്റ്സിന്റെ പടങ്ങളാണ്. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. 4 എണ്ണം ഉണ്ട് അല്ലെ? 4 ഉണ്ട്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്?
കളർ 3 mice. കണ്ടില്ലേ, 3 എലികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. 4 എണ്ണം ഉണ്ട്, അത് 3 എണ്ണത്തിന് മാത്രം ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. ആദ്യത്തെ 3 എണ്ണത്തിന് കൊടുക്കാം, അവസാനത്തെ 3 എണ്ണത്തിന് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 എണ്ണം ഏതാണോ അതിന് 3 എണ്ണത്തിന് കളർ കൊടുക്കണം കേട്ടോ. ഇനി കുറച്ച് ഫ്രോക്സ് ഉണ്ട് അല്ലെ, ഒന്ന് കൗണ്ട് ചെയ്ത് എത്ര എണ്ണം ഉണ്ട്. ഫസ്റ്റ് കൗണ്ട് ചെയ്യാനാ പറയുന്നത്, എന്നിട്ട് കളർ ചെയ്യണം അല്ലെ. അപ്പൊ ഫ്രോക്സ് ഒന്ന് കൗണ്ട് ചെയ്തേ, മിസ്സിന്റെ കൂടെ കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7. എത്ര എണ്ണം ഉണ്ട് ഉച്ചത്തിൽ പറഞ്ഞേ? 7 അല്ലേ. എന്നിട്ട് ക്വസ്റ്റ്യനിൽ എന്താ, കളർ 5 ഫ്രോക്സ്. എത്ര എണ്ണം കളർ ചെയ്യാനാ പറയുന്നത്? 5 അല്ലേ. 5. ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ചെയ്യാണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതിനനുസരിച്ച് മാത്രം എല്ലാവരും ചെയ്യണം കേട്ടോ. കളർ 5 ഫ്രോക്സ്. അപ്പൊ എന്ത് ചെയ്യണം, 5 ഫ്രോക്സിന് കളർ ചെയ്താൽ മതി അല്ലേ. ഇഷ്ടമുള്ള കളർ ക്രയോൺസ് ഉപയോഗിച്ച് കളർ ചെയ്യാം. ഇനി താഴത്തെ കാറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? എത്ര കാറ്റ്സ് ഉണ്ട്? 1 2 3 4 5 കാറ്റ്സ് അല്ലേ. അതിൽ 4 കാറ്റ്സിന് മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇനി താഴെ കാണുന്ന ലീവ്സ് എത്ര എണ്ണമാണെന്ന് കൗണ്ട് ചെയ്യണം കേട്ടോ. കൗണ്ട് ചെയ്യൂലോ. കൗണ്ട് ചെയ്തിട്ടോ അതിൽ കളർ 7 ലീവ്സ്. 7 ഇലകൾക്ക് 7 ലീവ്സിന് മാത്രം കളർ ചെയ്യുക. ഇനി അതിന് താഴെ കിടക്കുന്ന 3 ക്യാമൽസ് ഉണ്ട് അല്ലെ. 3 ഒട്ടകങ്ങളുടെ പടമുണ്ട്. അതിൽ ഒരൊട്ടകത്തിന് കളർ 1 ക്യാമൽ. ഒരൊട്ടകത്തിന് മാത്രം കളർ കൊടുക്കുക, ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഇനി അതിന് താഴെ ഡിസൈൻ ഒക്കെ ഉള്ള കുറച്ച് മുട്ടകളുടെ പടമാണ് അല്ലെ, കുറച്ച് എഗ്സ് ആണ്. ആ എഗ്സ് എത്ര ഉണ്ടെന്ന് ഫസ്റ്റ് എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, കഴിഞ്ഞോ? ഇല്ല, അത് കഴിഞ്ഞിട്ട് കളർ 8 eggs അല്ലെ. അതില് 8 എഗ്സിന് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓക്കെ. ഇനി താഴെ കാണുന്ന ബോൾസ് കൗണ്ട് ചെയ്യുക. ആ ബോൾസിൽ 2 ബോൾസ് അല്ല, ബലൂൺസ്. ഓക്കെ, 2 ബലൂൺസിന് മാത്രം ഇഷ്ടമുള്ള 2 ബലൂൺസിന് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഇനി അതിന് താഴെ കാണുന്ന കുറച്ച് പാരറ്റ്സ് ഉണ്ട്, കുറച്ച് തത്ത അല്ലേ, കുറച്ച് തത്തകളുണ്ട്. എത്ര തത്തകളുണ്ട്, എത്ര പാരറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. എന്നിട്ടോ കളർ 9 പാരറ്റ്സ്. അതിൽ 9 തത്തകൾക്ക് 9 പാരറ്റ്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇനി താഴെ കാണുന്ന പെൻസിൽസ് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. എന്നിട്ടോ കളർ 6 പെൻസിൽസ്. 6 പെൻസിൽസിന് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇത് നമ്മളോട് എന്താ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, പേജ് നമ്പർ 33. ഫിൽ അപ്പ്. എന്ത് ചെയ്യണം, ഫിൽ ചെയ്യണം അല്ലെ. നമുക്കറിയാം 1 to 9 നമ്മൾ 10 വരെ പഠിച്ചു അല്ലെ, സത്യമല്ലേ. ഇവിടെ 1 to 9 വരെയുള്ള കാര്യമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി ഫിൽ ചെയ്ത് കൊടുക്കാം. ക്വസ്റ്റ്യനിൽ പകുതിയുള്ള അല്ലെ, ബാക്കി ഫിൽ ചെയ്ത് കൊടുക്കണം. 1 2, അത് കഴിഞ്ഞാൽ എന്താ 3 എഴുതുക, 4 പിന്നെ 4 എഴുതുക, പിന്നെ 5 പിന്നെ 6 പിന്നെ 7 പിന്നെ 8 9 ക്വസ്റ്റ്യനിലുണ്ട് അല്ലെ. ബാക്കി 3 മുതൽ 8 വരെയുള്ള നമ്പേഴ്സ് ആ ഫസ്റ്റ് ബോക്സിൽ എഴുതി കൊടുക്കണം. ഇനി അതിന്റെ താഴത്തുള്ള ബോക്സ് നോക്കിക്കേ. നമുക്ക് ഇടക്ക് 5 ഉണ്ട്, ഇടക്ക് 8 ഉണ്ട് അല്ലെ. നമുക്ക് ആദ്യം 1 തൊട്ടൊന്ന് എണ്ണി നോക്കാം. 5ാമത്തെ സ്ഥാനത്ത് 5 എഴുതിയേക്കുന്ന ആ ബോക്സ് കണ്ടോ, അവിടെ 5 തന്നെയാണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് ബോക്സിൽ 1 നമ്മൾ ചുമ്മാ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കി. സെക്കൻഡ് ബോക്സിൽ 2 3 4 5. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ബോക്സ് ധൈര്യമായിട്ട് 1 എന്ന് എഴുതാം അല്ലെ. കാരണം 5 നമ്മൾ എണ്ണി അതേ ബോക്സില് 5 നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എഴുതി തുടങ്ങേണ്ട ആ ഫസ്റ്റ് ബോക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അല്ലെ. അപ്പൊ 1 2 3 4 5 ഉണ്ട്. 6 7 8 9. 1 തൊട്ട് 9 വരെ എഴുതി കൊടുക്കാം. താഴത്തെ ബോക്സിൽ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഫസ്റ്റ് ബോക്സ് തൊട്ടൊന്ന് എണ്ണി നോക്കാം. 1 2 3. മൂന്നാമത്തെ ബോക്സിൽ 3 നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ബോക്സിൽ ധൈര്യമായിട്ട് 1 എഴുതാം അല്ലെ. 1 2 3 4 5 6 7 8 9. ഓക്കെ. താഴത്തെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 4ാമത്തെ ബോക്സ് ഉണ്ടോ, ഫസ്റ്റ് എന്താ കിടക്കുന്നത് 9. ഏറ്റവും ലാസ്റ്റ് എന്താ കിടക്കുന്നത് 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ഓർഡറിൽ പറയണം അല്ലെ. 1 2 3 4 5 6 7 8 9 എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. തിരിച്ചൊന്ന് പറഞ്ഞു നോക്കിക്കേ, തിരിച്ചൊന്ന് എഴുതി നോക്കിക്കേ. തിരിച്ചു കറക്റ്റ് ഓർഡറിൽ നമുക്ക് പറയാൻ അറിയണം കേട്ടോ. അത് നിർബന്ധമാണ്.
റിവേഴ്സ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാല് എഴുതണം കേട്ടോ. അപ്പൊ 9 ഫസ്റ്റ് 9 ആണ് അല്ലെ. അത് കഴിഞ്ഞിട്ടോ 8 7 6 5 4 3 2 1. ഓക്കെ, ഒന്ന് പറഞ്ഞേ എല്ലാവരും, മിസ്സിന്റെ കൂടെ പറഞ്ഞേ. 9 8 7 6 5 4 3 2 1. നമ്മൾ റിവേഴ്സ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിലും പഠിച്ചല്ലേ, കുറഞ്ഞു കുറഞ്ഞു പോകുന്നതായിട്ടും പഠിച്ചു. ഇനി താഴത്തെ കാണുന്ന ബോക്സ് നോക്കി, എന്താ പ്രത്യേകത? ഇടക്ക് 6 ഉണ്ട് 5 ഉണ്ട് അല്ലെ. നമ്മൾ സാധാരണ എഴുതി പോകുമ്പോ എങ്ങനെ അസെൻഡിങ് ഓർഡർ 1 2 3 4 5 5 കഴിഞ്ഞാൽ 6 വരുന്നത്. ഡിസെൻഡിങ് ഓർഡറിലാകുമ്പോഴാണ് എന്താണ് 9 8 7 6 5 6 കഴിഞ്ഞ് 5 വരുന്നത് എപ്പോഴാണ്? തിരിച്ചെഴുതുമ്പോൾ, ഡിസെൻഡിങ് ഓർഡർ ആയിട്ട് എഴുതുമ്പോഴാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം താഴെ കാണുന്ന ആ ബോക്സിൽ ഡിസെൻഡിങ് ഓർഡർ ആയിട്ടാണ് എഴുതേണ്ടത് അല്ലെ. 6 അല്ലേ ആദ്യം കിടക്കുന്നത്. നമുക്ക് എഴുതി തുടങ്ങാം. 9 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. 9 8 7 6 5 4 3 2 1. കറക്റ്റ് ആയില്ലേ? ഇടയ്ക്ക് 6ഉം 5ഉം തന്നെ വന്നല്ലേ, കറക്റ്റ് ആയി. ഇനിയോ താഴത്ത് രണ്ടാമത്തെ ബോക്സിൽ 8 കിടക്കുക. അപ്പൊ അസെൻഡിങ് ഓർഡർ 1 2 3 4 5 6 7 8 9 അതാണ് അസെൻഡിങ് ഓർഡർ. അങ്ങനെ എഴുതുമ്പോഴാണോ ഡിസെൻഡിങ് ഓർഡർ എഴുതുമ്പോഴാണോ 8 രണ്ടാമത് വരുന്നത്? ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോഴാണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം 9 8 7 6 5 4 3 2 1. ഓക്കെ, നമ്മൾ പേജ് നമ്പർ 33 ചെയ്തു അല്ലെ. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മിസ്സിന്റെ ഈ വീഡിയോ റിവൈൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് സംശയമുണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി കളർ ദ തേർഡ് ആൻഡ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പകരം കളർ ദ തേർഡ് ആൻഡ്. എന്താണ്? മൂന്നാമത്തെ ആൻഡിന് കളർ കൊടുക്കുക. മൂന്നാമത്തെ ഉറുമ്പിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രയോൺസ് ഉപയോഗിച്ച് കളർ ചെയ്യുക. ഫസ്റ്റ് 1 2 3. തേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 അല്ലെ. മൂന്നാമത്തെ ആൻഡിന് ഇഷ്ടമുള്ള കളർ കൊടുക്കുമല്ലോ. കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇനി താഴത്തെ ക്വസ്റ്റ്യൻ, കളർ ദ സെവൻത് ടോർട്ടോയ്സ്. ഏഴാമത്തെ 7 അല്ലെ, 7th വൺ. ഏഴാമത്തെ ടോർട്ടോയ്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കണം. അപ്പൊ 1 2 3 4 5 6 7 അല്ലെ. ഏഴാമത്തെ മൊത്തം 9 ഉണ്ടായിരുന്നു. ഏഴാമത്തെ ടോർട്ടോയ്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. കളർ ദ ഫിഫ്ത് ബേർഡ്. ഫിഫ്ത് എന്ന് വെച്ചാൽ എന്താണ്? 5. ഫിഫ് എന്ന് പറയുമ്പോൾ ഓർത്തോണം 5 അല്ലെ. 5 ഫിഫിനോട് എന്താണ്? അഞ്ചാമത്തെ ബേർഡിന് കളർ കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യണം? 1 2 3 4 5. അഞ്ചാമത്തെ ബേർഡ് ഏതാന്ന് കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചു, കൗണ്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു? അഞ്ചാമത്തെ ബേർഡിന് ഇഷ്ടമുള്ള കളർ കൊടുത്തു. ഇനി കളർ ദ നയൻത് ഹോഴ്സ്. ഒൻപതാമത്തെ 9th വൺ അല്ലെ. 9 9. ആ 9th ഹോഴ്സിന് കളർ ചെയ്യാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? 1 2 3 4 5 അങ്ങനെ കൗണ്ട് ചെയ്യുക. ഒൻപതാമത്തെ ഹോഴ്സ് ഏതാന്ന് കണ്ടുപിടിക്കുക, അതിന് കളർ ചെയ്യുക. ഇനി കളർ ദ സിക്സ്ത് കാർ. ആറാമത്തെ കാർ ഏതാന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് കളർ ചെയ്യുക. കളർ ദ എയ്ത്ത് കാർ. എട്ടാമത്തെ കാർ ഏതാന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? കളർ ചെയ്യണം. ഓക്കെ, ചെയ്യുമല്ലോ എല്ലാവരും. പേജ് നമ്പർ 35. കളർ ദ തേർഡ് ഫ്രം ദ ലെഫ്റ്റ് റെഡ്. കളർ ദ തേർഡ് ഫ്രം ദ റൈറ്റ് യെല്ലോ. നമുക്കറിയാം നമ്മുടെ വലത്തെ ഭാഗത്തിന് എന്തെന്ന് പറയും? റൈറ്റ് എന്ന് പറയും അല്ലെ. നമ്മുടെ ഇടത്തെ ഭാഗത്തിനെയോ ലെഫ്റ്റ് എന്ന് പറയും. എല്ലാവരും ഒന്ന് പറഞ്ഞേ. വലത്തെ ഭാഗം, നമ്മുടെ വലത് കൈ, നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന വലത് കൈ, ആ ഭാഗത്തിന് റൈറ്റ് സൈഡ് അല്ലെ, വലത്തെ വശം എന്ന് പറയും. ഇടത്തെ ഭാഗത്തിന്, ഇടത്തെ കൈയുടെ ആ വശത്തിന് ലെഫ്റ്റ് ഹാൻഡ് അല്ലെ, ലെഫ്റ്റ് സൈഡ് എന്ന് പറയും അല്ലെ. അപ്പൊ റൈറ്റ് ലെഫ്റ്റ് എന്താന്ന് പഠിച്ചു. ഇനി ക്വസ്റ്റ്യനിൽ കണ്ടോ, കളർ ദ തേർഡ് ഫ്രം ദ ലെഫ്റ്റ് റെഡ്. നമ്മൾ ബുക്ക് ഇങ്ങനെ വെച്ചിരിക്കണം അല്ലെ. അപ്പൊ ബുക്കിനെ വെച്ചിട്ട് നമ്മൾ വലത് ഭാഗത്തുള്ളതാണ് റൈറ്റ് സൈഡ്, ഇടത് ഭാഗത്തുള്ളത് എന്താണ്? ലെഫ്റ്റ് സൈഡ്. അപ്പോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റാറിന്, മൂന്നാമത്തെ ആ പഴത്തിന് എന്ത് കളർ കൊടുക്കണം? റെഡ് കളർ കൊടുക്കണം. എന്താണ്? ചുവപ്പ് അല്ലെ, ചുവപ്പ് കളർ കൊടുക്കണം. നമ്മുടെ ഇടത്തെ ഭാഗത്തിൽ നിന്ന് മൂന്നാമത്തെ തേർഡ് സ്റ്റാറിന്, തേർഡ് ഫിഗറിന്, തേർഡ് ചിത്രത്തിന് എന്ത് ചെയ്യണം? റെഡ് കളർ കൊടുക്കുക. പിന്നെ എന്താണ്? നമ്മുടെ വലത്തെ ഭാഗത്തിൽ നിന്ന് മൂന്നാമത്തെ, വലത്തെ ഭാഗത്തിൽ നിന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 അല്ലെ. വലത്തെ ഭാഗം ഏതാണ്? ഈ ഭാഗം. അവിടെ നിന്ന് കൗണ്ട് ചെയ്യുമ്പോഴോ അവിടെ നിന്ന് കൗണ്ട് ചെയ്യണം. 1 2 3 അല്ലെ. ബോർഡിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ
കുറെ സ്റ്റാർസ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാ റൈറ്റ് ലെഫ്റ്റ് എങ്ങനെ പറയും? ആ റൈറ്റ് നമുക്കറിയാം, റൈറ്റ് ഇതാണ്, ലെഫ്റ്റ് ഇതാണ് അല്ലേ അല്ലേ? ഓക്കെ, അപ്പൊ ലെഫ്റ്റിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 അല്ലെ? ഈ സ്റ്റാർ ആണ് അല്ലെ? റൈറ്റിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റാർ എന്ന് പറഞ്ഞാലും റൈറ്റ് ഇവിടെയാണ് അല്ലെ? ഇതാണ് റൈറ്റ്. അപ്പൊ എന്താണ്? 1 ഇവിടുന്ന് കൗണ്ട് ചെയ്യണം, 1 2 3 ഇതാണ് അല്ലെ? അപ്പൊ ഈ സ്റ്റാറിന് റൈറ്റിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റാറിന് എന്ത് കളർ കൊടുക്കണം? യെല്ലോ കളർ. യെല്ലോ കളർ കൊടുക്കുക. ലെഫ്റ്റിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റാറിന് എന്ത് കൊടുക്കും? റെഡ് കളർ കൊടുക്കണം. ഓക്കെ, ഇനി കളർ ദ സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ്, റെഡ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മുടെ ഈ ബുക്ക് നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, നമ്മൾ ഫേസ് ഇത് പിടിച്ചിരിക്കുകയാണ്. ആ ഫേസ് നമ്മുടെ ഇടത്തെ ഭാഗത്ത് നിന്ന് രണ്ടാമത്തെ സ്റ്റാറിന് റെഡ് കളർ കൊടുക്കുക. എന്നിട്ടോ കളർ ദ സെക്കൻഡ് ഫ്രം ദ റൈറ്റ്, യെല്ലോ. വലത്തെ ഭാഗത്ത് നിന്ന് രണ്ടാമത്തെ സ്റ്റാറിന് യെല്ലോ കളർ കൊടുക്കുക. ഓക്കെ, ഇനി കളർ ദ സിക്സ്ത് ഫ്രം ദ ലെഫ്റ്റ്, റെഡ്, ആൻഡ് കളർ ദ സിക്സ്ത് ഫ്രം ദ റൈറ്റ്, യെല്ലോ. അപ്പൊ എന്താണ്? ആറാമത്തെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ബുക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്, നമുക്ക് നേരെ വായിക്കാൻ പറ്റുന്ന പോലെ ബുക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ ഇടത്തെ ഭാഗത്തിൽ നിന്ന് ആറാമത്തെ സ്റ്റാറിന് എന്ത് കൊടുക്കണം? റെഡ് കളർ കൊടുക്കണം. ഇനിയോ വലത്തെ ഭാഗത്തിൽ നിന്ന് ആറാമത്തെ സ്റ്റാറിന് എന്ത് കൊടുക്കും? യെല്ലോ കൊടുക്കണം. ഓക്കെ, യെല്ലോ കൊടുക്കണേ. അപ്പൊ അടുത്തടുത്ത് രണ്ട് സ്റ്റാറിന് യെല്ലോ റെഡ് കളർ വരും. ഓക്കെ, അപ്പൊ എല്ലാരും മിസ്സിന് ഹോംവർക്ക് അയച്ചാലും കേട്ടോ, കൺഫ്യൂഷൻ ആവട്ടെ, തെറ്റിപ്പോകരുത്. ഇനി കളർ ദ എയ്ത്ത് ഫ്രം ദ റൈറ്റ്, യെല്ലോ. നമ്മള് എന്താണ്? വലത്തെ ഭാഗത്ത്, ഇവിടെ ഫസ്റ്റ് പറയുന്നത് വലത്തെ ഭാഗത്തിന്റെ കാര്യമാണ്. റൈറ്റ് സൈഡ്, റൈറ്റ്. കളർ ദ എയ്ത്ത് ഫ്രം ദ റൈറ്റ് സൈഡ്, യെല്ലോ. നമ്മള് തിരിച്ച് കണ്ടോ, എയ്ത്ത് 1 2 3 എന്താണ്? റൈറ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യുക, തിരിച്ച് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8. എട്ടാമത്തെ. ഓക്കെ, അങ്ങനെ എട്ടാമത്തെ നമ്മുടെ സ്റ്റാറിന് എന്ത് കളർ കൊടുക്കും? യെല്ലോ കളർ. കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എട്ടാമത്തെ സ്റ്റാറിന് യെല്ലോ കളർ കൊടുക്കുക. ഇനിയോ കളർ ദ എയ്ത്ത് ഫ്രം ദ ലെഫ്റ്റ്, റെഡ്. ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മള് ഇങ്ങോട്ട്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മള് എണ്ണുവാണെങ്കിൽ എങ്ങനെയാണ്? ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എണ്ണിപ്പോയാൽ എങ്ങനെയാണ്? എയ്ത്ത് സ്റ്റാറിന് റെഡ് കളർ കൊടുക്കുക അല്ലെ? 1 2 3 4 5 6 7 8. കണ്ടോ, എയ്ത്ത് സ്റ്റാറിന് നമ്മൾ എന്ത് കൊടുക്കും? റെഡ് കൊടുക്കും. മിസ്സില് ടെക്സ്റ്റ് ബുക്കിലുള്ള അത്രയും സ്റ്റാർ മിസ് ബോഡി വരച്ചിട്ടില്ല. കറക്റ്റ് റൈറ്റിന്റെയും ലെഫ്റ്റിന്റെയും പൊസിഷൻ മാത്രമേ മിസ് പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മള് ബുക്ക് നോക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ്? ആ ക്വസ്റ്റ്യൻ 1 2 3 4 നാലാമത്തെ ക്വസ്റ്റ്യനില് എന്താണ്? ബുക്ക് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് എട്ടാമത്തെ സ്റ്റാറിന് യെല്ലോ കളർ കൊടുത്തു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എട്ടാമത്തെ സ്റ്റാറിന് റെഡ് കളർ കൊടുത്തു. അപ്പൊ നമ്മൾ ബുക്ക് നേരെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? മൂന്നാമത്തെ സ്റ്റാറിന് യെല്ലോ ആകും. അതുപോലെ തന്നെ 4 5 6 7 8 എട്ടാമത്തെ സ്റ്റാറിന് റെഡും ആകും. ഒരു ഹിന്റ് പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞതാട്ടോ. നമ്മൾ ബുക്ക് നോക്കുമ്പോൾ എന്താണ്? ആദ്യം യെല്ലോ കളർ ആയിരിക്കും, പിന്നെ അത് കഴിഞ്ഞായിരിക്കും റെഡ് കളർ വരുന്നത്. ഓക്കെ, അപ്പൊ ചെയ്യൂല എല്ലാവരും. ഇനി കളർ ദ ഫിഫ്ത് ഫ്രം ദ റൈറ്റ്, യെല്ലോ. എന്താണ്? റൈറ്റ് സൈഡിൽ നിന്ന് അഞ്ചാമത് വരുന്നതിനെ എന്ത് കൊടുക്കും? യെല്ലോ കളർ കൊടുക്കും. 1 2 3 4 5. കണ്ടോ, ഇതിനെ റൈറ്റിൽ നിന്ന് അഞ്ചാമത് വരുന്നതിന് യെല്ലോ കളർ കൊടുക്കുക. കളർ ദ ഫിഫ്ത് ഫ്രം ദ ലെഫ്റ്റ്, റെഡ്. ലെഫ്റ്റിൽ നിന്ന് അഞ്ചാമത് വരുന്നതിന് എന്ത് കൊടുക്കും? റെഡ് കൊടുക്കണം അല്ലെ? 1 2 3 4 5. അപ്പൊ ഇതിന് റെഡ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതിന് എന്തായിരിക്കും? റെഡ് കൊടുക്കുക. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലാതെ എല്ലാവരും ചെയ്യണം കേട്ടോ. ആദ്യമേ എന്താണ്? റൈറ്റ് സൈഡ് ഏതാണെന്നും ലെഫ്റ്റ് സൈഡ് ഏതാണെന്നും കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ വലത്തെ കൈയുടെ ഭാഗമാണ് റൈറ്റ് സൈഡ്, നമ്മുടെ ഇടത്തെ കൈയുടെ ഭാഗമാണ് ലെഫ്റ്റ് സൈഡ്. അപ്പൊ ആ ദിശ മനസ്സിലാക്കിയിട്ട് എല്ലാവരും കളർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്പർ ഫ്രോം ദ ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്. ബിഗ്ഗസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലോട്ട് നമ്മൾ നമ്പർ ചെയ്യണം. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ. ഫസ്റ്റ് കണ്ടോ, കുറെ ഫിഷസ് ഉണ്ട് അല്ലെ? വലിയ ഫിഷ്, ചെറിയ ഫിഷ് അങ്ങനെ സൈസ് വ്യത്യാസമുള്ള കുറച്ച് ഫിഷസിന്റെ, കുറച്ച് മത്സ്യങ്ങളുടെ പടം കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിഷ് ഏതാണ്? ഇതല്ലേ. ആ ബിഗ്ഗസ്റ്റ് ഫിഷ് എന്താണ്?
നമ്മൾ നമ്പർ 1 കൊടുക്കണം. ഓക്കെ, ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ട് കാണുന്ന ആ ഫിഷിന് നമ്പർ ഫ്രം ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്, അതായത് ഏറ്റവും ബിഗ്ഗസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലോട്ട് നമ്പേഴ്സ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമ്പർ ഫ്രം ദ ബിഗ്ഗസ്റ്റ് ടു സ്മോളസ്റ്റ്, കണ്ടില്ലേ, ബിഗ്ഗസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലോട്ട് നമ്മൾ നമ്പർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ സാധാരണ നമ്പർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 1 2 3 4 5 6 7 അങ്ങനെ ആയിരിക്കും അല്ലെ. അപ്പൊ ബിഗ്ഗസ്റ്റ് ഏതാണ്? ബിഗ്ഗസ്റ്റ് ഫസ്റ്റ് കാണുന്നതാണ് ബിഗ്ഗസ്റ്റ് അല്ലെ. അപ്പൊ ആ ബോക്സിലൂടെ 1 നമ്പർ കൊടുക്കുക. ഇനിയോ നാലാമത് കാണുന്നതാണ് അതിനെക്കാട്ടി കുറച്ചുകൂടെ ചെറുത് അല്ലെ, അപ്പൊ അതിന് 2 എന്ന് കൊടുക്കുക. ഇനിയോ രണ്ടാമത് കാണുന്നതാണ് എന്താണ് മൂന്നാമത്തെ പൊസിഷനിൽ വരുന്നത്, എന്നിട്ടോ ലാസ്റ്റ് 1 ആണ് 4, ഇടക്കത്തെ അതൊന്നാണ് 5. ഓക്കെ, അപ്പൊ എല്ലാവരും ബിഗ്ഗസ്റ്റ് ഏതാണെന്നും കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് അതിനെക്കാട്ടി ചെറിയ ഫിഷിന് നമ്പർ 2 കൊടുക്കുക, അതിനും ചെറിയ ഫിഷ് നമ്പർ 3 കൊടുക്കുക, അതിനും ചെറിയ ഫിഷ് നമ്പർ 4 കൊടുക്കുക, ഏറ്റവും ചെറിയ ഫിഷിന് നമ്പർ 5 കൊടുക്കുക. ഓക്കെ, ഇനി നമ്പർ ഫ്രം ദ ടോളസ്റ്റ് ടു ഷോർട്ടസ്റ്റ്. ടോളസ്റ്റ് എന്താണെന്നും ഷോർട്ടസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ടോളസ്റ്റ് വെച്ചാൽ എന്താണ്? ഉയരം കൂടിയത്. ഷോർട്ടസ്റ്റ് എന്ന് വെച്ചാൽ ഉയരം കുറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടോളസ്റ്റിൽ ഏറ്റവും കൂടുതൽ ടോളസ്റ്റിൽ നിന്ന് ഷോർട്ടസ്റ്റിലോട്ട് നമുക്ക് നമ്പർ ചെയ്ത് കൊടുക്കാം അല്ലെ. നമ്മൾ സാധാരണ നമ്പർ ചെയ്തത് മോളിൽ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഏറ്റവും കൂടുതൽ പൊക്കമുള്ള മരം ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് നമ്പർ 1 കൊടുക്കുക. അതിനേലും പൊക്കം കുറവുള്ളതിന് 2 കൊടുക്കുക, അതിനേലും പൊക്കം കുറവുള്ളതിന് 3 കൊടുക്കുക, അതിനേലും പൊക്കം കുറവുള്ളതിന് 4 കൊടുക്കുക, തീരെ പൊക്കം കുറഞ്ഞതിന് ഏറ്റവും ലാസ്റ്റ് നമ്പർ 5 കൊടുക്കുക. ഓക്കെ, ടോട്ടൽ 5 ഫിഗേഴ്സ് ഉണ്ട്. അപ്പൊ ഏറ്റവും പൊക്കമുള്ളതിന് 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4, ഏറ്റവും പൊക്കം കുറവുള്ളതിന് നമ്പർ 5 കൊടുക്കുക. ഇനി നമ്പർ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്, ഇവിടെയും അതേ ജോലി തന്നെയാണ് പറയുന്നത്. എന്താണ് അതേ കാര്യം? ലാർജസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഏത് സർക്കിൾ ആണ് ഏറ്റവും വലുത്? ആ വലിയ സർക്കിളിന് അടുത്തുള്ള ബോക്സിൽ നമ്പർ 1 കൊടുക്കുക. അതിനേലും കുറച്ചുകൂടി ചെറിയ സർക്കിൾ ഏതാണോ അത് കണ്ടുപിടിച്ചിട്ട് നമ്പർ 2 കൊടുക്കുക. അതിനേലും കുറഞ്ഞ സർക്കിളിന് നമ്പർ 3, അതിനേലും കുറഞ്ഞതിന് നമ്പർ 4, ഏറ്റവും ചെറിയ നമ്പർ സർക്കിളിന് നമ്പർ 5 കൊടുക്കുക. ഓക്കെ, അപ്പൊ എല്ലാരും ചെയ്യുമല്ലോ. ഇനി ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഫിൽ അപ്പ്. ഈ പിക്ചർ നോക്കി നമ്മൾ താഴെ കാണുന്ന സെന്റൻസിൽ കുറച്ച് ബോക്സ് ഉണ്ട് അല്ലെ. ആ ബോക്സ് എല്ലാം എന്താണ് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി എന്താണ് ആ പടത്തിൽ എന്തൊക്കെ കാണാൻ പറ്റും? ഒരു മരമുണ്ട്, ആ മരത്തിൽ കുറച്ച് കിളികളുണ്ട്, പിന്നെ കുറച്ച് പട്ടങ്ങൾ കാണാൻ പറ്റും, താഴെ കുറച്ച് കുട്ടികൾ ഫുട്ബോള് കളിക്കുന്നുണ്ട്, എന്നിട്ടോ 2 ഡോഗ്സിനെ കാണാൻ പറ്റുന്നുണ്ട്, ഫുട്ബോൾ 2 എണ്ണം ഉണ്ട്, കുറച്ച് കാർസ് ഉണ്ട്, ഇവിടെ കളികളെല്ലാം വാച്ച് ചെയ്യുന്ന കുറച്ച് മനുഷ്യര് അവിടെ ആ സൈഡിൽ ഇരിപ്പുണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് ആ പിക്ചറിലുള്ളത്. ഇനി താഴെ കാണുന്ന സെന്റൻസ് വായിക്കാം. There is a dash tree on the ground. എന്താണ്? There is dash tree on the ground. അവിടെ ഒരൊറ്റ ട്രീ ഉള്ളൂ അല്ലെ. One tree. There is one tree on the ground. Okay. On the ground. There is a tree on the ground എന്ന് എഴുതിയാലും there is one tree on the ground എന്ന് എഴുതിയാലും ശരിയാണ്. 1 എന്നുള്ളത് 1 ആയിട്ട് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ A. 1 അല്ലെങ്കിൽ എന്താണ് 1 എന്ന് എഴുതിയില്ലെങ്കിൽ അവിടെ A എന്ന് എഴുതാം. ആ സെന്റൻസ് വായിക്കാനായിട്ട് നമുക്ക് there is a tree. There is a tree എന്ന് പറയുന്ന അർത്ഥം എന്താണ്? There is a tree എന്ന് പറയുന്നത് അവിടെ ഒരൊറ്റ മരമേ ഉള്ളൂ എന്നാണ് അല്ലെ. ആ സെന്റൻസിന്റെ അർത്ഥം there is a tree എന്ന് പറഞ്ഞാൽ അവിടെ ഒരൊറ്റ മരമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവിടെ 1 എന്ന് എഴുതിയാലും A എന്ന് എഴുതിയാലും ആൻസർ കറക്റ്റ് അല്ലേ? എന്താണ് ആ സെന്റൻസിന്റെ അർത്ഥം? ഒന്ന് തന്നെയാണ് അല്ലെ. ആ സെന്റൻസിന്റെ അർത്ഥം കറക്റ്റ് ആണ്. അപ്പോ there is a tree on the ground. ആ ബോക്സിൽ അവിടെ A, സ്മോൾ ലെറ്റർ A എഴുതാം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ A എഴുതുക അല്ലെങ്കിൽ 1 എഴുതുക. ഇത് 2 എഴുതിയാലും ആ സെന്റൻസിന് അനുയോജ്യമാണ്, കറക്റ്റ് ആണ്. ഒന്നെങ്കിൽ A എഴുതുക അല്ലെങ്കിൽ 1 എഴുതുക. ഇനി ഇറ്റ് ഹാസ് ഡാഷ് ബ്രാഞ്ചസ്. അതിന് എത്ര ശാഖകളുണ്ട്, എത്ര ചില്ലകളുണ്ട്? ആ മരത്തിന് എത്ര ചില്ലകളുണ്ട് നോക്കിക്കേ, ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3. അപ്പൊ അവിടെ എഴുതിക്കേ ഇറ്റ് ഹാസ് 3 ബ്രാഞ്ചസ്. ആ ബോക്സിൽ 3 എന്ന് എഴുതുക. നമ്മുടെ 3 ഫിഗറിൽ എഴുതില്ലേ 3, ബോക്സിൽ 3 എന്ന് എഴുതുക. ഇനി ഡാഷ് ബേർഡ്സ് ആർ സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ചസ്. എത്രയോ ബേർഡ്സ്, ഡാഷ് ബേർഡ്സ് ആ മരത്തിൽ ഇരിപ്പുണ്ട് അല്ലെ.
അപ്പൊ നമ്മൾ ആ ഡാഷിന്റെ അവിടെ ഫിൽ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ആ ബേർഡ്സിന്റെ നമ്പർ എടുത്ത് നോക്കാം. 1 2 3 4 5. എത്ര ബേർഡ്സ് ഉണ്ട്? 1 2 3 4 5. 3 എണ്ണം ഒരുമിച്ചും പിന്നെ 2 എണ്ണം വേറെ ഇരിപ്പുണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ 5 birds are sitting on the branches. Okay, അപ്പൊ 5 എന്ന ബോക്സിൽ എഴുതുക. 5 birds are sitting on the branches. ഇനി dash children are playing. എത്രയോ കുട്ടികളാണ് കളിക്കുന്നത്. എത്ര കുട്ടികളുടെ എണ്ണം എത്ര നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കണം. 1 2 3 4 5 6. ഓക്കെ, അപ്പൊ എത്ര കുട്ടികളാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്പർ 6. 1 2 3 4 5 6. അവിടെ 6 എന്ന് എഴുതിക്കേ. 6 children are playing. ഇനി they have dash balls. അവരുടെ കയ്യിൽ എത്ര ബോൾസ് ഉണ്ട്? ഒന്ന് എണ്ണി നോക്കിയേ. ബോൾ എത്ര ഉണ്ട്? 1 2 ബോൾസ് അല്ലെ. അപ്പൊ അവിടെ എഴുതിക്കേ they have 2 balls. ഇനി dash people are watching the play. കുറച്ച് ആൾക്കാർ അവിടെ, എത്രയോ ആൾക്കാർ, ഡാഷ് ആൾക്കാർ, എത്രയോ ആൾക്കാരെ അവർ ആ കുട്ടികളെ കളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആൾക്കാർ അവിടെ ഇരിക്കുന്ന, ആ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എടുത്ത് നോക്കാം. 1 2 3 4 5 6 7 അല്ലെ. എന്ന് എണ്ണിക്ക എല്ലാവരും. 7 people are watching the play. 7 ആ ബോക്സിൽ എഴുതുക. ഇനി there are dash kites on the sky. കുറച്ച് പട്ടങ്ങള് ആകാശത്തുണ്ടല്ലോ. ആകാശത്ത് പറക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ആ പട്ടങ്ങളുടെ നമ്പർ നിന്നാ 1 2 3. എത്ര എണ്ണം ഉണ്ട്? 3. അപ്പൊ അവിടെ എഴുതിക്ക എല്ലാവരും. 3 kites on the sky. Okay, 3 kites on the sky. ഇനി dash dogs are standing under the tree. എത്രയോ കുറച്ച് ഡോഗ്സ് എന്താണ്, ആ മരത്തിന് താഴെ നിൽക്കുകയാണ് അല്ലെ. അപ്പോ ആ ഡോഗ്സിന്റെ എണ്ണം എടുക്കാം. 1 2 dogs are standing under the tree. ഇനി dash cars are parked in the ground. എത്രയോ കാറുകൾ എന്താണ് ആ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര കാറാന്ന് എണ്ണി നോക്കാം. 1 2 3 4. അപ്പൊ 4 cars are parked in the ground. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്യല്ലോ. ഇനി പേജ് നമ്പർ 38. How many? എത്രയുണ്ട് അല്ലെ. How many birds? എത്ര ബേർഡ്സ് ഉണ്ട് നമുക്ക് എണ്ണി നോക്കാം. ആ ചില്ലയിൽ ഇരിക്കുന്ന ബേർഡ്സ് എണ്ണി നോക്കിക്കേ. 1 2 3 4 5. ആ ചില്ലയില്ല, ആ മൊത്തത്തിൽ ആ ഫസ്റ്റ് ഫിഗറിൽ എന്താണ് എത്ര ബേർഡ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കാം. എത്രയുണ്ട്? 1 2 3 4 5. അപ്പൊ how many birds? 5. അവിടെ എഴുതിക്കേ 5. ഇനി 1 bird flew away. ഓക്കെ, ഒരു ബേർഡ് എന്താണ് പറന്നുപോയി. ഒരു ബേർഡ് പറന്നുപോയി അല്ലെ. നമുക്കറിയാം ഒരു ബേർഡ് പറന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് how many birds remain? അങ്ങനെ താഴത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എത്ര ബേർഡ്സ് റിമെയിൻ ചെയ്തിട്ടുണ്ട്? എത്ര ബേർഡ്സ് റിമെയിൻ ഉണ്ട്? ഫസ്റ്റ് ബോക്സിൽ എല്ലാവരും 4 എന്ന് എഴുതിയാൽ മതി കേട്ടോ. എന്നാലും നമുക്ക് ആ ഫിഗറുമായിട്ട് എക്സാക്ട് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. how many birds? ആ ചില്ലയിരിക്കുന്ന ആ മരക്കൊമ്പിലിരിക്കുന്ന ആ ബേർഡ്സ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 എന്ന് എഴുതുക. 1 bird flew away. ആ ബേർഡിന്റെ കാര്യം ഒരെണ്ണം പറന്നു പോകുന്നുണ്ട് അല്ലെ. ആ ബേർഡിന്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പൊ 4 എന്ന് എഴുതുക. how many birds? ഫസ്റ്റ് ക്വസ്റ്റ്യൻ how many birds? 4. 1 bird flew away. ഇനി താഴത്തെ ക്വസ്റ്റ്യൻ how many birds remain? അപ്പൊ ഒരെണ്ണം പറന്നു പോയി. ഇനി എത്ര എണ്ണം മിച്ചമുണ്ട്? ആ ചില്ലയിലിരിക്കുന്ന ആ ബേർഡ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്തേ. സെക്കൻഡ് ഫിഗർ 1 2 3 അല്ലെ. 3. 1 more flew away. ആ കൂടുതൽ ഒന്നുകൂടെ പറന്നുപോയി അല്ലെ. അപ്പൊ എന്ത് സംഭവിച്ചു? ഇനി how many birds remain? ഇനി എത്ര ബേർഡ്സ് ഉണ്ട് മിച്ചമുണ്ട്? ആ ചില്ലിൽ എത്ര ബേർഡ്സ് ഉണ്ട്? 1 2. അവിടെ എഴുതിക്കേ 2. 1 more flew away. ഒന്നുകൂടെ പറന്നുപോയി. how many birds remain? അങ്ങനെയെങ്കിൽ എത്ര ബേർഡ്സ് ഉണ്ട് മിച്ചം? ചില്ലിൽ ഇനി എത്ര എണ്ണം ഉണ്ട് മിച്ചം? 1 അല്ലെ. അപ്പൊ 1 അവിടെ എല്ലാവരും എഴുതിക്കേ 1.